ഇന്നും അതിന് പ്രസക്തി ഉണ്ടായതുകൊണ്ട് മാത്രം അത്ര ഒരു പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മളെല്ലാവരും റൂമിന്റെ ചാവി, ഷെൽഫിന്റെ ചാവി, അങ്ങനെ ഒരുപാട് ചാവികളുടെ കോപ്പിയായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അല്ലേ? റൂമിന്റെ ചാവി നിർബന്ധമാണ്, അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാതെ. കുറച്ച് ലേറ്റായി പോയി കഴിഞ്ഞാൽ ചിലപ്പം ബാച്ചിലർ റൂം അടച്ചു വെക്കും, പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല, പുറത്ത് വെക്കേണ്ടി വരും. അതുകൊണ്ട് എന്തായാലും റൂമിന്റെ ചാവി നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ചാവി കയ്യിലുള്ള ആൾക്കാർ അവർക്കൊരു സമ്മാനമുണ്ട്. നമ്മുടെ സലാം ഭായിനെ സമീപിച്ചാൽ അപ്പം നിങ്ങൾ ചാവി എണ്ണി നോക്ക്, നിങ്ങളുടെ കയ്യിൽ എത്ര ചാവിയാണ് ഉള്ളത്. റൂമിന്റെ ചാവി ഉണ്ടാവും, ഷെൽഫിന്റെ ചാവി ഉണ്ടാവും, ഓഫീസിന്റെ ചാവി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ചാവികൾ ഉണ്ടാവും. ഒരു കോപ്പയിൽ കേട്ടോ, ഒരു റിങ്ങിൽ ഏറ്റവും കൂടുതൽ ചാവിയില്ലാത്ത ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഒന്നുകൂടെ, ഏറ്റവും കൂടുതൽ ചാവിയിലുള്ള ഒരാൾക്കാണ്, ഏറ്റവും കൂടുതൽ ഏതാണോ ആ ഒന്നിനാണ് സമ്മാനം. ഇതാ നിങ്ങൾക്ക് അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാം, എത്ര ചാവിയുള്ളത് എണ്ണീറ്റ് ഇവർ സമ്മാനം തരും. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇപ്പം എണ്ണാനുള്ളത് അറിയുമുള്ളത് 3 സാധാരണഗതിയിലുണ്ടാവും. 3 കൂടുതലുള്ള ആൾ പറഞ്ഞാൽ 3 5 അതവിടെ നമ്മുടെ രജിസ്റ്റർ എത്ര 8. ഇപ്പൊ കോക്കാൻ നിൽക്കണ്ട, നമ്മളിവിടെ വിജയിക്കലല്ല ഉദ്ദേശം. നിങ്ങളുടെ കയ്യിലുള്ളത് ചിലപ്പോ അപ്പുറത്തിപ്പുറത്തല്ല വാങ്ങിയിട്ട് ചങ്ങായിമാരോടെല്ലാം വാങ്ങിയിട്ട് കോക്കും, അതിന് നിൽക്കണ്ട. എത്ര 8, ഏറ്റവും ടോപ്പ് 8 ഉണ്ട്. 8 കുറേ ആളുണ്ട്. എത്ര 14 ചാവി. മാഷാ അല്ലാ, അത് ബ്രേക്ക് ചെയ്യാൻ ആളുണ്ടാവില്ല എന്നാ ഞാൻ വിചാരിക്കുന്നത്. 14 ചാവി. 14 ചാവി ഇല്ല അടിച്ചത്. 14 ചാവി ഇല്ല ആള്. എനിക്ക് സംശയമുണ്ട് നിങ്ങൾ ഇപ്പൊ ഉണ്ടോന്നുള്ളത്. ഉള്ളതിന്റെയാ ഇപ്പൊ കോത്തതാ എന്നവാ. ഈ 14 ചാവി എന്തിന്റെ ആണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയിക്കോ. എന്താണ് നിങ്ങളിൽ ഇത്തിരി 14 ചാവിയാ? ഇവിടെ ബില്ല് മുതലാളിമാറിയുമ്പോ വരെ ഇതുവരെ അത്ര ചാവിയില്ല. ബാബാ 5, 10, 20. നമ്മുടെ KMCCയുടെ നേതാവ് തന്നെ നമ്മുടെ റഹ്മാന്റെ ജ്യേഷ്ഠനും കൂടിയാണ്. അഷ്റഫ് പറഞ്ഞാണ് ഇനി മുതൽ ഫളിലിനെ താക്കോൽ അൽ ഫളിൽ എന്നറിയപ്പെടും എന്നാണ് പറഞ്ഞത്. എല്ലാവരും കൈയിടിക്ക്, കമാൺ, ഒന്ന് ഉഷാറാവാൻ വേണ്ടി പറഞ്ഞാണ്. എന്നിട്ട് നിങ്ങൾ ഉഷാറാവുന്നില്ലെങ്കിലോ? കമാൺ എവരിബഡി, കമാൺ. ആടുങ്ങ തീരെ പോരാ. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആടുങ്ങ തീരെ പോരാ. ഒന്ന് കൈയടിക്കുക, കമാൺ. നമ്മളെല്ലാ സാധാരണഗതിയിലുള്ള പ്രയാസങ്ങളൊക്കെ മറക്കുക, നമ്മൾ ഈ നിമിഷത്തെ ആസ്വദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഒന്നുകൂടെ കൈയടിച്ച, ഒന്ന് വെറുതെ കൈയടിച്ച വരട്ടെ, ഒന്നുകൂടെ. കമാൺ എവരിബഡി.